ഹലോ ആസ്പിരൻസ്, വെൽക്കം ടു സിവിലിയൻസ് പോഡ്കാസ്റ്റ്. അപ്പം ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റ് ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: PSC ഒരു പൂക്കിയാണോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ഇന്ന് ഈ ഡിസ്കഷൻ എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് അക്ബർ ഷാണ്. അക്ബറെ, ശരിക്കും PSC ഒരു പൂക്കിയാണോ? PSC ഒരു പൂക്കിയാണ്. കാര്യം പൂക്കി എന്ന് പറഞ്ഞാൽ പുതിയൊരു ജെൻസി വേർഡാണ്, പുതിയ പിള്ളേർ യൂസ് ചെയ്യുന്നൊരു വേർഡാണ്. അതായത് ഭയങ്കര ഒരു അടുപ്പം, ഫ്രണ്ട്ലി ആയിട്ടുള്ള, ലോയൽ ആയിട്ടുള്ള ഒരാളിനെയാണ് പൂക്കി എന്ന് പറയുക. അതിനോടൊപ്പം നമുക്ക് സപ്പോർട്ടീവ് അല്ലെങ്കിൽ കെയറിങ് എന്നൊക്കെ പറയാം. പൂക്കി PSC ഒരു പൂക്കിയാണെന്ന് ഒരു സൈഡിൽ ഉണ്ട്, പക്ഷെ മറ്റൊരു സൈഡിൽ എന്താ ഭയങ്കര വെറുത്തും ആൾക്കാർ പേടിച്ചും കാണുന്നുണ്ട്. ഇപ്പൊ പേടി എന്തുകൊണ്ടായിരിക്കാം, വെറുപ്പ് എന്തുകൊണ്ടായിരിക്കും, രണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണമല്ലോ. പേടി എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന എക്സാമുകളുടെ ഡിഫിക്കൽട്ടി കാര്യങ്ങളൊക്കെ ആയിരിക്കാം പേടി വരിക. വെറുക്കുന്നതെന്ന് പറഞ്ഞാൽ മറ്റേ പത്രത്തിലും മാധ്യമങ്ങളിലൊക്കെ കാണുന്ന കുറേ വാർത്തകളുമായി ബന്ധപ്പെട്ടായിരിക്കും. പക്ഷെ അതിൻ്റെ ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൊത്തം വേക്കൻസിയെക്കാളും ഒരു 3 ഇരട്ടിയോ 2 ഇരട്ടിയോ കാണാൻ വരും റാങ്ക് ലിസ്റ്റിലുള്ളവർ. ഇപ്പം നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഇപ്പം ഒരു 100 ആണ് നമ്മുടെ വേക്കൻസി എന്ന് വിചാരിക്കും. ഇപ്പോൾ 100 വേക്കൻസിയാണ് വരുന്നതെങ്കിൽ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 300, 350, 400 ഒക്കെ ആകാം. പക്ഷെ എല്ലാവർക്കും ജോലി കിട്ടണമെന്നില്ല. പക്ഷെ അതിൽ ആ 100-നുള്ളിൽ വരുന്നതാണ്, അതാണ് നമ്മൾ ടാക്കിൾ ചെയ്യേണ്ട പസിൽ. അതാണ്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ വരാനായിട്ട് നോക്കുക. അപ്പം അങ്ങനെ നോക്കിയാൽ എന്തുകൊണ്ടും നമ്മളിപ്പോൾ പറയുന്ന കണക്ക് ഒരു പൂക്കി തന്നെയാണല്ലേ. കാരണം നല്ലൊരു സെക്യൂർ ജോബാണ്, നമുക്ക് അത്രയും സെക്യൂരിറ്റി തരുന്നുണ്ട്. ഇനിയിപ്പം നമ്മൾ ട്രെൻഡ് നോക്കുകയാണെങ്കിലും അല്ലേ വളരെ പുറത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ പുറത്തോട്ടുള്ള വേക്കൻസീസ് തേടി ചിലപ്പോൾ പഠിക്കാനായിരിക്കാൻ പോകുന്നത്, പക്ഷെ അവിടെ പോയി പാർട്ട് ടൈം ജോബൊക്കെ ചെയ്ത് ആണ് അവർ, എന്നിട്ട് അവർ തിരിച്ചു വരുന്നത് ഒരു സിറ്റുവേഷനാണ്. പക്ഷെ അതിനേക്കാൾ നല്ലത് നമ്മുടെ നാട്ടിൽ തന്നെ സെക്യൂർ ആയിട്ടുള്ള ജോബ് കിട്ടും. അത് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ടല്ലേ. സ്വന്തം നാട്ടിൽ സെക്യൂർ ആയിട്ടുള്ള സൊസൈറ്റിയിൽ നല്ല ഹൈ സ്റ്റേറ്റസ് വരുന്ന ജോബ് ആഗ്രഹിക്കുന്നവരും. അങ്ങനെ നോക്കുമ്പം ഇപ്പോൾ PSCയുടെ ജനറൽ ട്രെൻഡ് നോക്കിയാൽ തന്നെ നമുക്ക് വരുന്ന എക്സാംസ് കാറ്റഗറീസും കൂടി ഒന്ന് പറഞ്ഞു പോവാം. ഇപ്പം പോസ്റ്റ് കോഡിന് ശേഷം ആയാലും ആൾക്കാർ ഈ കാര്യത്തിൽ കുറച്ച് അവെയറാണ്. ഇപ്പോൾ വരുന്ന എക്സാമുകളെന്ന് പറഞ്ഞാൽ ജൂലൈയിൽ നടക്കാനുള്ള ഈ എക്സാം നല്ലൊരു ഓപ്ഷനാണ്. ബിടെക് കഴിഞ്ഞാൽ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ചാൻസാണ് ഈ എക്സാം. പിന്നെ നമുക്ക് വരാൻ പോകുന്ന ഗ്രേഡ് 2, ഗ്രേഡ് 3 ഹാർബറും PWD ബാർ ഇറിഗേഷൻ രണ്ടും നല്ല വേക്കൻസി വരും. അപ്പോൾ ഈ പറയുന്ന പേടിയോ ഒന്നും PSCയോട് കാണിക്കണ്ട, കൃത്യമായി പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ ജൂലൈയിൽ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം എക്സാമിന് അപ്ലൈ ചെയ്യുന്ന ഒരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഒരു 60-70% നമുക്ക് പറയാം അല്ലേ. അപ്പം അതിൽ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുടെ പെർസെൻറ്റേജ് എത്ര ആയിരിക്കും? ഇപ്പോൾ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ എല്ലാവരും അപ്ലൈ ചെയ്യും, പക്ഷെ കൺഫർമേഷൻ കുറച്ച് പേര് മാത്രമേ കൊടുക്കാറുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കൺഫർമേഷൻ കൊടുത്തതിലും സീരിയസ് ആയിട്ട് ചെയ്യുന്നവർ വളരെ കുറവാണ്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് സീരിയസ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുന്നവർ. അപ്പോൾ ആ അപ്രോച്ച് ചെയ്യുന്നതിന് ഫിൽട്ടർ ചെയ്ത ഒരു ശതമാനം ആൾക്കാരായിരിക്കും റാങ്ക് ലിസ്റ്റ് വരിക. ഇപ്പോൾ അത്യാവശ്യം പഠിച്ച് നിൽക്കുന്നവർക്ക് ആ ഒരു ഗ്രൂപ്പിൽ പെടാം. അപ്പോൾ ഈ ഇങ്ങനെ ഒരു കുറവ് വരുന്നതിനൊരു റീസണായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ അബ്രോഡ് സ്റ്റഡീസാണ് കൂടുതലും ഇങ്ങനെ വന്നത്. അതായത് PSCയോടുള്ള ആൾക്കാരുടെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ടൊരു ടൈമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ടൈം ആയപ്പോഴാണ് ഈ ഓപ്പർച്യൂണിറ്റീസും കൂടെ വന്നപ്പോൾ ആൾക്കാർ അതിലോട്ട് ഷിഫ്റ്റ് ആയി. ഇപ്പം സിലബസ് നമ്മൾ പറഞ്ഞു പോകണം. ഈ സിലബസ് കണ്ട് പേടിക്കുന്ന ഒരുപാട് പേരുടെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇത്രയും വാസ്റ്റ് സിലബസ് ആണ്, ഇത്രയും ക്വസ്റ്റ്യൻസ്, ഇത്രയും ഏരിയ പഠിക്കണമെന്നൊക്കെ വരുന്നുണ്ട്. അപ്പം അതും ഒരു പേടിയുടെ ഒരു റീസൺ ആകാം അല്ലേ. സത്യത്തിൽ അത്ര വലിയ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് നമ്മുടെ ഈ ടെക്നിക്കൽ എക്സാമൊക്കെ. കാരണം ഈ നിങ്ങളിപ്പോൾ സിലബസ് കണ്ടാൽ തന്നെ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം സിലബസ് വായിച്ചിട്ട് നിങ്ങളത് ഫിൽറ്റർ ചെയ്ത് എടുക്കുക അല്ലേ. നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സ് എടുക്കുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ സിലബസിനെ പേടിച്ച് എക്സാം എഴുതാതിരിക്കേണ്ട ഒരു ആവശ്യകതയില്ല. സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരാണ് ഈ സിലബസ് കണ്ട് പേടിക്കുന്നത്. കോച്ചിങ്ങിന് പോകുന്നവരെന്താ ഇത് BM, ഇത് BC, അങ്ങനെ അവർ സബ്ജക്റ്റിനെ അങ്ങ് ഫിൽട്ടർ ചെയ്യും, അതിനനുസരിച്ച് അവർ പഠിച്ചു തുടങ്ങും. ഇപ്പം ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചിലർ ചോദിക്കുന്നുണ്ട്, കോച്ചിങ് അത്ര വേർത്താണോ, കോച്ചിങ്ങിൻ്റെ ആവശ്യം സത്യത്തിൽ ഉണ്ടോ, ഇങ്ങനെ ഒരു ചോദ്യം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. പിന്നെ ക്വസ്റ്റ്യനുകൾ മാറുന്നുണ്ട്, ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ രീതിയിൽ നമ്മൾ അത്രയും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ കോച്ചിങ് വേണം. അതുപോലെ ട്രെൻഡ് അനുസരിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്കൊരു ഗൈഡൻസ് തരുന്ന എക്സ്പേർട്സിൻ്റെ ഒരു ഹെൽപ്പ് എന്തായാലും അത് വളരെ ഇത് തന്നെയാണ്. ഇപ്പം കോച്ചിങ് സെൻറ്റേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ അത് ഡീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല പിള്ളേരെ നല്ല നോളജോട് കൂടി തന്നെ അവർ പ്രൊവൈഡ് ചെയ്ത്. അതായത് ഇപ്പം ചിലപ്പോൾ കോളേജിൽ അവർ അത്യാവശ്യം ബാക്ക് ബെഞ്ചേഴ്സൊക്കെ ആയിരിക്കാം, പക്ഷേ കോച്ചിങ് സെൻറ്ററിൽ വന്ന് അത്യാവശ്യം ഒരു എയിമോട് കൂടി പഠിച്ച് അവരത് കവർ ചെയ്യുന്നതും പോരായിട്ട് അവർ അത്യാവശ്യം നല്ല നോളജായിട്ടായിരിക്കും അവർ
പോകുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞ് കേൾക്കുന്നുണ്ട്, ബേസിക്കിൽ നിന്നേ പഠിപ്പിക്കുന്നെന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അതേപോലെ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് കുറച്ച് ഇത് പറ്റുമോ എന്നുള്ള കുറച്ച് ടെൻഷനും കാര്യങ്ങളും. അങ്ങനെ വരുമ്പോൾ ഒരു മെൻ്റൽ സപ്പോർട്ട് അല്ലെങ്കിൽ മെൻറ്റർഷിപ്പ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് സെൽഫ് സ്റ്റഡിയിൽ കിട്ടാത്തൊരു പോയിന്റാണ്. അതെല്ലാം നമുക്ക് കിട്ടുന്ന കോച്ചിങ്ങിലൂടെയാണ്. പിന്നെ ഓർഗനൈസ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. സബ്ജക്റ്റുകളായാലും ഒന്ന് ഓർഗനൈസ് ചെയ്ത് അത് ഇതാണ് എന്നുള്ള രീതിയിൽ. പലതും മിക്സ്ഡ് അപ്പ് ആയി പോകുന്നു, പിന്നെ പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സംഭവം വരുന്ന ടൈമിലായിരിക്കുമല്ലോ അവർ കോച്ചിങ് സെന്ററിലേക്ക് ഓപ്റ്റ് ചെയ്ത് വരുന്നത്. പിന്നെ ഈ സെൽഫ് സ്റ്റഡിയിൽ തന്നെ നമ്മുടെ എത്രമാത്രം അസസ് ചെയ്യുന്നു എന്നുള്ളതും കുറവാണ്. നമ്മൾ പഠിച്ചു പോകാൻ സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പാടുള്ള സംഭവം നമ്മൾ എടുക്കത്തില്ല. പക്ഷെ ഇപ്പം ഇങ്ങനെ ഒരു സെന്ററിൽ പോകുമ്പോൾ നമുക്ക് അസസ്മെന്റും മോഡൽ ടെസ്റ്റ് ഒക്കെ വരുന്നത് കൊണ്ട് അതിൽ മാർക്ക് വാങ്ങണമെന്നുള്ള ഒരു ഇതിലും അവർ നോക്കാം. ചിലപ്പോൾ അവർ പേടിച്ച സബ്ജക്റ്റ് അവരെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിട്ട് മാറാം. അപ്പം അങ്ങനെ ഒരു ഇതിൽ നോക്കുമ്പോൾ കോച്ചിങ് എന്തായാലും നീഡ്ഫുൾ തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു ഇതിൽ കോച്ചിങ് അത്യാവശ്യമാണ്. പക്ഷേ കൃത്യമായി ഇപ്പം നമ്മളിവിടെ പോയപ്പോൾ ഒരു ബാച്ച് കഴിഞ്ഞാൽ മതി, അവർ ഓക്കെ ആയി എന്നുള്ളൊരു സിറ്റുവേഷൻ എത്തും. ഇപ്പോൾ PSC പൂക്കിയാണ് ഇങ്ങനെയൊക്കെ നമ്മളിപ്പം ഡിസ്കഷനിൽ പറയുകയാണ്. അപ്പം ഇതിൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടതാണ്. അപ്പം അതിലെന്തൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത് ബെനിഫിറ്റ്സ്? ഇപ്പം PSC നമുക്കിപ്പം ഗവൺമെൻറ് സെക്ടറിൽ അവർക്ക് ഇൻഷുറൻസ്, മെഡിസെപ്പ് എന്ന് പറഞ്ഞ ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ അല്ലാതെ അവർക്ക് ഒരുപാട് ബെനിഫിറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്ലസ് അതിനൊക്കെ പുറമെ കേരളത്തിൽ തന്നെ ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഒരു അതെ, അവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട വർക്ക് ലൈഫ് ബാലൻസ് ആണ്. അപ്പം സ്വന്തം നാട്ടിൽ തന്നെ ഒരു ജോബ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ലൈഫും വർക്കും അതേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ജോലിയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പോൾ കേരളത്തിൽ എവിടെ തന്നെ ആയാലും ഇനി ഒരു 5-6 കൊല്ലം കഴിയുമ്പോൾ ട്രാൻസ്പോർട്ടൊക്കെ കുറച്ച് വളരെ ഈസി ആവുന്ന ഒരു ടൈമാണ്. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ സാലറീൻ്റെ കാര്യം എടുത്ത് പറയണം. നമ്മൾ നല്ലൊരു റെപ്യൂട്ടഡ് ഒരു എഞ്ചിനീയറിംഗ് പോസ്റ്റൊക്കെ ആണെങ്കിൽ ഒരു 50,000 to എബവ് 1 lakh ആണല്ലേ ഇവരുടെ സാലറി റേഞ്ച് എന്ന് പറയുന്നത് വരുന്നത്. പിന്നെ പറയേണ്ടത് പെൻഷൻ സ്കീംസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ എല്ലാവർക്കും ഇവിടെ ചാൻസ് ഉണ്ട്. ഇപ്പം ഡിപ്ലോമ പഠിച്ച ആൾക്കാരും IT-കാരനും ഇവിടെ എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വേക്കൻസീസ് തന്നെയാണ് വരുന്നത്. പക്ഷെ അതിൽ അവരെത്രമാത്രം സ്കോർ ചെയ്യുന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ ഇനി വരാനിരിക്കുന്ന എക്സാമുകളായാലും അത് ഇപ്പോൾ തൊട്ട് അടുത്ത് വരുന്ന എക്സാമുകൾ തൊട്ട് ഇനി വരാനിരിക്കുന്ന LSTD സെക്കൻഡ് ഗ്രേഡ് ആയാലും വാട്ടർ അതോറിറ്റി തേർഡ് ഗ്രേഡ് ആയാലും പിന്നെ വരുന്ന ഈ എക്സാമുകളായാലും അവർക്ക് അതൊരു ചാൻസ് ആണ്. ഇനി വരാൻ പോകുന്ന എക്സാംസ് എന്ന് പറയുമ്പോൾ ജൂലൈയിൽ വരാൻ പോകുന്നത്. അപ്പോൾ എക്സാംസിൻ്റെ ഡേറ്റ്സ് എല്ലാവരും ഒന്ന് കലണ്ടറിൽ മാർക്ക് ചെയ്യേണ്ടതാണ്. ഈ ഇയറിൽ പറഞ്ഞ റിട്ടയർമെൻറ്റ്സിനനുസരിച്ച് വേക്കൻസീസ് കൂടും. അപ്പോൾ അതിനനുസരിച്ച് വേക്കൻസീസ് വരും. ചിലപ്പോൾ LSTD ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് വേക്കൻസികൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാമുകൾ അവർക്ക് ഭയങ്കര ക്രൂഷ്യലുമാണ്. എന്നാൽ ഒന്ന് ശ്രമിച്ചാൽ കിട്ടാവുന്നതുമാണ്. ഇപ്പോൾ നോക്കുമ്പം ജൂലൈ 8 വരാൻ പോകുന്നത് LSTD AE എക്സാം ആണ്. അതേപോലെ ജൂലൈ 23 നമ്മുടെ ഓവർസിയർ ഗ്രേഡ് 2 എക്സാം വരുന്നുണ്ട്. വേറെ പിന്നെ വരുന്നത് ഹാർബർ ഗ്രേഡ് 2 ഗ്രേഡ് 3 ഡേറ്റ് വരുന്നത് ജൂലൈ 30 വരുന്നുണ്ട്. ഇനി ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിനി വരാൻ ചാൻസ് ഉള്ള പോസ്റ്റസ് ആയിട്ട് നമുക്ക് ഏതെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മുടെ PWD ബാർ ഇറിഗേഷൻ AE എക്സാം വരുമെന്നാണ് പ്രതീക്ഷിക്കുക. പിന്നെ നമുക്ക് ഇനി കൺഫർമേഷൻ കൊടുത്തെഴുതാനുള്ള എക്സാമുകളുണ്ട്. LSTD സെക്കൻഡ് ഗ്രേഡ് ആയാലും വാട്ടർ അതോറിറ്റി തേർഡ് ഗ്രേഡ് ആയാലും ബൾക്ക് വേക്കൻസി പ്രതീക്ഷിക്കാം. ഇപ്പം വരുന്ന എക്സാമുകളെല്ലാം ബൾക്ക് വേക്കൻസി ആണ്. ഇതിൽ വളരെ മൈനോറിറ്റി ആയിട്ടുള്ള എക്സാമുകൾ മാത്രമാണ് ചെറിയ വേക്കൻസി ഉള്ളത്. ബാക്കിയെല്ലാം നമുക്ക് നല്ല വേക്കൻസി പ്രതീക്ഷിക്കാം. അതിൽ ആൾക്കാർ നല്ല രീതിയിലുള്ള റാങ്കുകൾ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ജോബിൽ 2026 അതെ, അതായത് ഇപ്പം വളരെ ആസ്പയറിംഗ് ആയിട്ടുള്ള സിവിൽ എഞ്ചിനീയേഴ്സിനായാലും ഡിപ്ലോമക്കാർക്കും ഒക്കെ വളരെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതായത് നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന ഒരു ടൈം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ ടൈം യൂസ് ചെയ്യുക. അതെ, ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായി യൂസ് ചെയ്യുക. അതെ, ജൂലൈയിൽ എക്സാം ആയാലും വരാനിരിക്കുന്ന എക്സാമുകൾ. അതെ, അപ്പം അത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസോടുകൂടി തന്നെ പഠിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അത് നമ്മൾ പറഞ്ഞു പോകേണ്ട കാര്യം തന്നെയാണ്. പിന്നെ കോച്ചിങ് സെന്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഇനി ഓപ്റ്റ് ചെയ്യാനുള്ളൊരു നല്ല ഓപ്ഷൻ. അതെ, അതിപ്പം പറ്റുന്നുള്ളവർ ഡയറക്റ്റായിട്ട് തന്നെ ജോയിൻ ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. അതായത് അവർ കുറച്ചുകൂടെ ഡയറക്റ്റ് ക്ലാസ്സിൽ വന്ന് നല്ല ഇൻട്രാക്ഷനോടുകൂടി പഠിക്കാം. ഇനി അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തവർ മാത്രമേ ഒരു ഓൺലൈനിലേക്ക് ഓപ്റ്റ് ചെയ്യാവൂ എന്ന് ഞാൻ പറയും. അതെ, അതെ. അപ്പം നമ്മൾ ഇപ്പോൾ ഡിസ്കഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന വേർഡ് എന്നൊക്കെ പറയുന്ന ഒരു ഫണ്ണി വേർഡ് ആണെങ്കിലും കുറച്ച് സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു എക്സാം തന്നെയാണ്. വേർഡ് പൂക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് കാണാതിരിക്കരുത്. പ്രത്യേകിച്ച് ഇപ്പോൾ പാസ് ഔട്ട് ആവുന്ന സ്റ്റുഡൻസ് അവർക്ക് നല്ല ഒരു ഓപ്പർച്യൂണിറ്റീസ്, കറക്റ്റ് ഗൈഡൻസ് എടുത്ത് നിങ്ങളുടെ പാത്ത് കൊണ്ടുപോകാനായിട്ട്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ PSC എന്ന് പറയുന്നത് ഒരു പ്ലാൻ B ആയിട്ട് ഓപ്റ്റ് ചെയ്യരുത്. ഒരു പ്ലാൻ A പോലെ ഓപ്റ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു പാത്ത് ചൂസ് ചെയ്ത് പോകാൻ വിത്ത് ഗൈഡൻസ് പോകാൻ പറ്റിയൊരു അവസരമാണ് ഇപ്പോൾ ഇറങ്ങുന്നവർ. അതായത് PSC ഔട്ട്ഡേറ്റഡ് ആണെന്നുള്ളൊരു ചിന്താഗതിയിൽ ഇറങ്ങാതെ PSC നിങ്ങൾക്കൊരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു കരിയർ തന്നെ ആയിരിക്കും എന്നുള്ളൊരു ഉറപ്പിൽ വേണം ഇതിലേക്ക് പ്രിപ്പറേഷൻ തുടങ്ങാൻ. പ്രത്യേകിച്ച് അവർക്കിനി വരാനിരിക്കുന്ന, അതായത് അവരിപ്പോൾ പാസ് ഔട്ട് ആവും.
അപ്പോൾ അത് കഴിഞ്ഞ് അവർക്ക് വരുന്ന, അതായത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏത് ഇതും അപ്ലൈ ചെയ്യാം. അതെ. ഇനി വരുന്ന എല്ലാ എക്സാമുകളും അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കൃത്യമായി പഠിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് ഉറപ്പായും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പൊസിഷനിൽ എത്തുകയും ചെയ്യും. നിങ്ങൾ ആ കറക്റ്റ് ഗൈഡൻസ് പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ മാത്രം. പലരും ഭയങ്കര കൺഫ്യൂഷനിലാണ്. പുറത്ത് പോയാലോ അല്ലെങ്കിൽ വേറൊരു എന്തെങ്കിലും പരിപാടി പിടിച്ചാലോ എന്നുള്ളൊരു രീതിയിലായിരിക്കും പലരും നിൽക്കുന്നുണ്ടാവുക. അപ്പം നമുക്ക് തന്നെ വരുന്ന കോഴ്സിൽ പോലും പറയുന്നത് ഇപ്പം PSC എടുത്താൽ ജോലി കിട്ടുമോ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ മാർക്കിലൊക്കെ ചിലർ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അവരറിഞ്ഞിരിക്കേണ്ടത് അവിടെ ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു സെൽഫ് മോട്ടിവേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടത് ഒരു കരിയർ ഗൈഡൻസ് തന്നെയാണ്. സൊസൈറ്റിയിൽ ഇപ്പോൾ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഒരു ഔട്ട്ഡേറ്റഡ് ടേം ആയിട്ട് നമ്മൾ PSC എക്സാമിനെ കാണുന്നുണ്ട്. പക്ഷെ അത് മാറണം. എന്താണ് റിയൽ സ്റ്റോറി എന്ന് അറിയാതെയാണ് നമ്മൾ ഇങ്ങനെ ഈ ഗോസിപ്പിംഗ് ചെയ്യുന്നത്. റിയൽ സ്റ്റോറി എന്ന് പറയുന്നത് വേക്കൻസിക്ക് അനുസരിച്ച് പോസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കി കൊണ്ടുപോയാൽ ഒരിതും ഇല്ല. ബാക്കി അത്യാവശ്യം വേക്കൻസീസ് വരുന്നുണ്ട്. അപ്പം പിന്നെ ധൈര്യമായിട്ട് ഇറങ്ങാം. അതായത് ഇപ്പം നല്ല ആസ്പയറിംഗ് ആയിട്ട് പഠിച്ച് ഇറങ്ങി നിൽക്കുന്നവർക്ക് അവർക്ക് ആ ഒരു ഗോള് കയ്യിൽ കാണും. നമ്മൾ കുറച്ചൊരു ഗ്യാപ്പ് എടുക്കുമ്പോഴാണ് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പാട്. ഇപ്പം പാസ് ഔട്ടായി നിൽക്കുന്നവർക്കൊക്കെ ഇത് കറക്റ്റ് ടൈമാണ്. നല്ലൊരു രീതിയിലുള്ള ഒരു ഗൈഡൻസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പോകാവുന്നതേ ഉള്ളൂ. കാര്യം അവർ ട്രാക്കിലാണ്. കാര്യം അവർ സെം എക്സാം ഒക്കെ കഴിഞ്ഞു ആ ഒരു ട്രാക്കിലാണ്. ബട്ട് എന്നാലും അവർ കുറച്ച് ലാഗ് ആക്കാതെ വരികയാണ്. അതെ. അപ്പം ഇത് കറക്റ്റ് ടൈം തന്നെയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഇപ്പം തമാശയ്ക്ക് പറഞ്ഞാലും പൂക്കി എന്ന ടേം യൂസ് ചെയ്തു. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പൂക്കിനോട് ലോയൽ ആയിരിക്കണം അല്ലേ? അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങനെ പോയാൽ നിങ്ങൾക്ക് നേടാവുന്ന ഒരു എക്സാം തന്നെയാണ്. അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞത് ഇപ്പം പ്ലാൻ A ആയിട്ട് അതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ പ്ലാൻ A ആയിട്ട് തന്നെ PSCനെ കാണുന്നുള്ള കാര്യമാണ്. ഞാൻ പലരിലും കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് സ്വിച്ച് ചെയ്യുന്നത്. PSC എന്ന് പറഞ്ഞ് പ്രിപ്പറേഷൻ തുടങ്ങും, അത് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ വേറെ കാര്യങ്ങളിലേക്ക് അവരുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ആകും. അപ്പം അതും കൂടെയാണ് നിങ്ങൾക്ക് ആ ഒരു ഉദ്ദേശിക്കുന്ന ലിസ്റ്റിൽ എത്താത്തതിൻ്റെ ഒരു കാരണം. ട്രെൻഡിലേക്ക് മാറും. അടുത്തൊരു ട്രെൻഡ് വരും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ എയിം എന്ത്, ഇപ്പോൾ കേരള PSC എക്സാംസ് ആണ് നിങ്ങളുടെ മൈൻഡിൽ ഉള്ളതെങ്കിൽ അതിലേതെങ്കിലും ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനാണ് നിങ്ങളുടെ തീരുമാനം. AE ആകാം, ഓവർസിയർ ആകാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക. എങ്കിൽ മാത്രമേ PSC ഒരു റിയൽ പൂക്കിയാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. നിങ്ങളൊരു ഗോസ്റ്റ് ഇമേജിൽ കാണാതെ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള എഫേർട്ട് ലോയലായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇങ്ങനൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി പൂർണ്ണമായി എഫേർട്ട് ഇടണം. പിന്നെ പകുതി വെച്ച് മതിയാക്കുന്നതൊക്കെ അതെ, അത് നിങ്ങൾ അതിന് മുന്നേ ഇട്ട എഫേർട്ട് എല്ലാം ലോസ് ആയി പോകുന്നതിന് ഈക്വലായി മാറും. അപ്പം അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു എക്സാം ഇപ്പോൾ പൂക്കിയോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ അതിനെ ലോയലായിട്ട് സമീപിക്കുക. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സൈഡിൽ നിന്നുള്ള എഫേർട്ട് 100% ആയിരിക്കണം. ഇത് തന്നെയാണ് നമ്മുടെ പ്ലാൻ A എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് ലൈഫ് ബാലൻസ് ഉള്ള വെൽ സെക്യൂർഡ് ആയിട്ടുള്ള ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ് PSC എക്സാം നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. നമ്മളിപ്പം തന്നെ ഒരുപാട് ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ജൂൺ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് ഫ്രഷേഴ്സ് സ്റ്റുഡൻസ് അതെ വന്നിരിക്കുന്നതിൽ ഒരു 75% എബോവ് ഫ്രഷേഴ്സ് ആണ്. അതെ, അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഇനി അടുത്ത ജൂലൈയിൽ പുതിയ ബാച്ചസ് വരുന്നുണ്ട്. പിന്നെ കോഴിക്കോട് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ആകുന്നുണ്ട്. അപ്പം ഇപ്പോൾ ആസ്പയറിംഗ് ആയിട്ട് ഇറങ്ങുന്ന എൻജിനീയേഴ്സിന് നല്ലൊരു അവസരം തന്നെയാണ് ഓപ്പൺ ആവുന്നത്. അതിന് നിങ്ങൾക്ക് നല്ല സപ്പോർട്ടുമായിട്ട് കോച്ചിങ് സെൻറ്റേഴ്സും അവൈലബിൾ ആണ്. നിങ്ങളുടെ മൈൻഡും ഇപ്പോൾ നല്ല വൈബ്രൻ്റ് ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരം തന്നെയാണ്. അപ്പം ഒട്ടും മടിക്കേണ്ട. നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ എയിം അത് നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് ഫുൾ സപ്പോർട്ടായിട്ട് തന്നെ നിങ്ങളുടെ മൈൻഡും എല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇറങ്ങാം. ഓൾ ദി വെരി ബെസ്റ്റ്. അതെ, സിവിലിയൻസ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഓൾ ദി വെരി ബെസ്റ്റ്.